ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ഓൺ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേർക്ക് ഇപ്പോഴും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വേറെ ഇടുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് യൂസറാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷന്, പ്രത്യേകിച്ച് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ 1,00,000 മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ആക്ച്വലി നമ്മുടെ ഇൻകം ടാക്സിലെ പോർട്ടലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാങ്കുകൾ ത്രൂ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റ് ത്രൂ എല്ലാം റിപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ബിസിനസ് യൂസിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കുറേ പേര് വിചാരം നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇതേപോലത്തെ ഹൈ വാല്യൂസ് ട്രാൻസാക്ഷൻ, ഇപ്പോൾ കാർ വാങ്ങിക്കാനൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പറ്റും. ഇപ്പോൾ കാറും ബൈക്കും സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പറ്റും. എന്ന് വെച്ചാൽ കുറേ അത്യാവശ്യം നല്ല ലിമിറ്റും ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷത്തിന് വരെ ലിമിറ്റൊക്കെ ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൈക്കൊക്കെ സുഖമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടീസ് വരാൻ ഭാവിയിൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ ശരിക്കും എല്ലാത്തിൻ്റെയും ഒരു ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡിന് 10 ലക്ഷമാണ് ലിമിറ്റ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് എല്ലാ ബാങ്കുകളും അല്ലെങ്കിൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് കമ്പനികളും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ട്രാൻസാക്ഷൻ ചെയ്തു, ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഈ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ടീസ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് 10 ലക്ഷമാണ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആനുവലി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടീസ് വരാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻകം ടാക്സ് അടയ്ക്കുന്ന സ്ലാബിലുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് അതല്ലാണ്ട് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ സൂക്ഷിക്കുക. അതൊക്കെ എല്ലാം റിപ്പോർട്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ സംഭവവും നമ്മുടെ ലിങ്ക്ഡ് ആണല്ലോ. ആധാറിലേക്കും പാൻ കാർഡിലേക്കും ഒക്കെ ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ ആക്ച്വലി എല്ലാം റിപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ പ്രത്യേകിച്ച് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പറയുന്നത് ഇതൊന്ന് ഇൻഫോം ചെയ്യാൻ ആക്ച്വലി വന്നത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ കുറേ പേർക്ക് പിന്നെയും നമ്മൾ സംശയം ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വേറെ എടുക്കാൻ കാരണം കേട്ടോ. എന്തെങ്കിലും സംശയക്കാരൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മൾ അതിൽ തന്നെ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ചാനലായി JHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ മൂവി ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫിനാൻഷ്യൽ ന്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും, നോളജബിൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത് കാണാം. ബൈ.